വെൽക്കം ടു ഡീസ് കുക്കിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്, മിൽക്ക് കേക്ക്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണിത്. നോർത്ത് ഇന്ത്യയിലെല്ലാം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഈ സ്വീറ്റ് പാല് പിരിപ്പിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും 2 സ്പൂൺ നാരങ്ങാനീരും ഉണ്ടെങ്കിൽ ഈ സ്വീറ്റ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. ഈ പാല് നല്ലോണം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ഇത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. പാല് മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കാരണം അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് കടായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ സൈഡ്സിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പാൽപ്പാടയെല്ലാം നമുക്കൊന്ന് സ്ക്രേപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ പാല് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മളെടുത്ത പാലിൻ്റെ 1/4 ഭാഗം ആവുന്നത് വരെ ഇത് കുറുക്കിയെടുക്കണം. ഇപ്പോൾ പാല് നല്ലോണം ഒന്ന് വറ്റി നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ സ്പൂണിൽ നിറയെ ഗ്രാന്യൂൾസ് നമുക്ക് കാണാം. അത് പാലിൻ്റെ ഫാറ്റാണ്. ഇനി ഈ സമയത്ത് നമുക്ക് പാല് പിരിപ്പിച്ചെടുക്കണം. അതിനായി നമുക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് നാരങ്ങ നീര് മാത്രം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് പാല് പിരിപ്പിച്ചെടുക്കാം. എന്നിട്ടും പിരിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് പിരിപ്പിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെടുത്തിരിക്കുന്ന പാലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ നാരങ്ങ നീര് കുറച്ചധികം ചേർത്ത് കൊടുക്കേണ്ടി വരും, ഇതൊന്ന് പിരിഞ്ഞ് കിട്ടാൻ. അല്ലെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്ത് ഒന്ന് പിരിപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ പ്രിഫറൻസിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര അലിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ പനീർ മിക്സ് ഒന്ന് ലൂസാവുന്നതാണ്. ഇത് വീണ്ടും ഒന്ന് ടൈറ്റായി കിട്ടുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പനീർ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇത് ഇത്ര തന്നെ മതിയാവും. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സ്വീറ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്വീറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇത് നല്ലോണം ഒന്ന് പരത്തി കൊടുത്ത് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. ഇത് പാത്രത്തിൽ നിന്ന് വേഗം വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാത്രത്തിൽ കുറച്ചൊരു നെയ്യ് പുരട്ടി കൊടുത്തത്. ശരി, നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് തണുക്കാനായി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് നേരമായി നമ്മുടെ സ്വീറ്റ് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നല്ലോണം ഒന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വിടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തന്നെ പ്ലേറ്റിലേക്ക് പകർത്താൻ പറ്റും.
അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടെക്സ്ചറും നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് ടേസ്റ്റുള്ള നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കമൻസും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീസ് കുക്കിംഗ്.